സത്യം പറയുകയാണെങ്കിൽ 30ലേക്ക് അടുക്കുമ്പോ നമുക്ക് ഡേറ്റ് ലൈഫിന്റെ ഒക്കെ ആ ഒരു സാധനയെ പോയി പോവും. ഐഷ സിംഗിൾ ആണോ? ഔ, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ പോഡ്കാസ്റ്റ്. ഹായ്. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മുടെ സെക്കൻഡ് ഗസ്റ്റ് ഉണ്ട്. ലൈക്ക് ഒരു UK എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കും. ലൈക്ക് ഈവൻ നമ്മൾ UK വന്നപ്പോഴാണെങ്കിലും നമ്മൾ ആളുടെ വീഡിയോസ് ആണ് കണ്ടിരുന്നത്. അതെ, നമ്മൾ ഡിമോൺസ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച്, ലെക്ചറിനെ കുറിച്ച് അന്ന് അവൈലബിൾ ആയിരുന്ന ഒരു മലയാളം ബ്ലോഗാണെന്നാണ് എനിക്ക് തോന്നണേ. നമ്മൾ എന്തൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് വേണം, നമ്മുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുന്നത്, ഇവിടുത്തെ വെതർ എങ്ങനെയാണ്, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ്. നമ്മുടെ കോളേജിന്റെ തന്നെ ഒരു അലുമിനിയം ആണ്, ലൈക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ. സോ ലെറ്റ്സ് വെൽക്കം ആയിഷ ടു അവർ പോഡ്കാസ്റ്റ്. ഹലോ. ഹലോ. സുഖല്ലേ? UK അത്യാവശ്യം എല്ലാവരുടെ ഇടയിലും അറിയാവുന്ന ഒരാൾ. കാരണം ഞങ്ങൾക്ക് ആയിഷേനെ ആദ്യമായിട്ട് അറിയുന്നത് ലൈക്ക് ഞങ്ങൾ ഞങ്ങൾ 2021 UK വന്ന. ഞങ്ങൾ വരുന്ന ടൈമിൽ നമ്മൾ പഠിക്കുന്ന കോളേജിനെ പറ്റി യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം വന്നത് ലൈക്ക് ഒരു മലയാളിയുടെ വീഡിയോ ആണ്. അപ്പോൾ ലൈക്ക് നമ്മൾ ആരും അപ്പോൾ UK അധികം മലയാളീസ് ആരും വ്ളോഗിങ് ചെയ്ത് കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഞങ്ങൾ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ശരിക്കും വന്നത്. ലൈക്ക് അപ്പൊ ഞങ്ങക്ക് അപ്പൊ തൊട്ടേ അറിയാവുന്ന ഒരാളാണ് വന്നപ്പോ തൊട്ട്. നമ്മൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണതും നമ്മൾ പഠിക്കണേന്ന് ചോദിച്ചാൽ നേരെ ആ വീഡിയോന്റെ ലിങ്ക് എടുക്കും, ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കും. ഇഷ്ടായിരിക്കണോ? എന്താണ് ഇപ്പൊ എന്താ ചെയ്യണേന്നൊന്ന് പറയൂ. വർക്ക് ചെയ്യണോ? ഞാനിപ്പോ വർക്ക് ചെയ്യാണ്. ഞാനിപ്പോ വർക്ക് ചെയ്യാണ്. ഞാനിവിടെ ലണ്ടനില് ഒരു കെയർ ഹോമിൽ ഒരു വെൽബീയിങ് ലീഡ് ആയിട്ടാണ് വർക്ക് ചെയ്യണേ. എന്താണ് ലൈക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ലൈക്ക് അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവാൻ മോട്ടിവേറ്റ് ചെയ്തത്? ലൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വീഡിയോസ് ചെയ്യാൻ എന്താണ് മോട്ടിവേറ്റ് ചെയ്തത്? ഇത് മോട്ടിവേഷൻ ഒന്നും ഇല്ല. ഈ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യണ എന്റെ ഫീൽഡല്ല, ഞാൻ പഠിച്ച ഫീൽഡല്ല. നമ്മളിവിടെ വന്നിട്ട് ഓരോരുത്തരും ഓരോരോ ഫീൽഡാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ തന്നെ പഠിച്ച ഫീൽഡ് ചൂസ് ചെയ്യുന്നവരും ഉണ്ട്. വെൽ ഡൺ, ഗ്രേറ്റ്. പക്ഷെ ഞാനൊന്നും ആ ഒരു ഫീൽഡല്ല. അപ്പൊ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ കുത്തും പല്ലിന്റെ ഇടയില്. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യും, പല പല കാര്യങ്ങൾ ട്രൈ ചെയ്യും. അതിലേതെങ്കിലും ഒന്ന് ആൾക്കാർക്കൊക്കെ ഇഷ്ടാവും. അപ്പൊ നമ്മൾ അത് വെച്ച് കണ്ടിന്യൂ ചെയ്യും ജീവിതം. നാട്ടിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു? നാട്ടില് ചെയ്തിട്ടില്ല. ഞാൻ ഇതിനെ കുറിച്ച് എനിക്ക് ഇങ്ങനെ അങ്ങനെ ഒരു ഉണ്ടല്ലോ ആൾക്കാരുടെ ഇടയിൽ അങ്ങനെയൊന്നും എനിക്ക് അത്ര താല്പര്യം ഇല്ല. ഇപ്പോഴും തന്നെ ആൾക്കാർ ആരെങ്കിലും ഇങ്ങനെ വന്ന് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എനിക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ നമ്മൾ മലയാളികളൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോ ആരെങ്കിലും പറയാം ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറയാം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്നു. ശരി, ഓക്കെ എന്ന് പറയാം. ആൾക്കാർ ചിലപ്പോ വിചാരിക്കണ്ടാവും ഇതെന്ത് ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ അല്ലല്ലോ. എന്നോട് ഇപ്പൊ അടുത്ത് ആരോ പറഞ്ഞു, വീഡിയോയിൽ എന്നാ സംസാരം ഭയങ്കര ഫ്രീ ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്, ഇത് കാണുമ്പോ അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെയൊക്കെയാണ്. നമ്മളൊരു കംഫർട്ട് സ്പേസിൽ ഇരുന്നിട്ട് എന്തും വയറ് തോന്നിയത് പറയുന്നതാണല്ലോ. അത് ചിലപ്പോ പുറത്തെത്തുമ്പം ആ ഒരാളെ ആയിരിക്കില്ല. അപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ അങ്ങനെ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതല്ല. പക്ഷെ ഐ ലൈക്ക് എഡിറ്റ് ചെയ്യാനും വീഡിയോസ് എഡിറ്റ് ചെയ്യണതും അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്ന് ഞാൻ തന്നെ എന്നെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ മെല്ലെ വന്നു. ആൾക്കാർക്ക് ഇച്ചിരിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു, അത്രേ ഉള്ളൂ. പ്രഷറായിട്ട് തോന്നിയിട്ടുണ്ടോ നമ്മളിങ്ങനെ കണ്ടന്റ് ഇട്ടിട്ട് പിന്നെ പോകുമ്പോ ലൈക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ ഒരു പ്രഷർ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് കണ്ടിന്യൂ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആർക്കും ആൻസറബിൾ അല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നു, ഓക്കെ, അത് ഒരു സെറ്റ് ഓഫ് പീപ്പിൾ എൻജോയ് ചെയ്യുന്നുണ്ടാവുമായിരിക്കാം, എൻജോയ് ചെയ്യുന്നില്ലായിരിക്കാം. അപ്പൊ നമ്മളത് സാധനം ഇടുന്നു. അവര് ചിലപ്പോ എന്തെങ്കിലും അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ താഴെ തന്നെ അല്ലെങ്കിൽ കോമെന്റ്സിലൂടെ ഒക്കെ നമ്മൾ സംസാരിക്കുമായിരിക്കും. അതിലൂടെ ആ ഒരു സാധനം കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഐ ആം നോട്ട് ആൻസറബിൾ ടു എനിവൺ.
അല്ലെങ്കിൽ അപ്പോ പിറ്റേ ദിവസം ഞാൻ വീഡിയോ ഇടുന്നുണ്ടോ എന്ന് ഇപ്പൊ ആൾക്കാർ ചോദിക്കും. ഒബ്വിയസ്ലി ഇപ്പൊ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുവാണ്. അപ്പൊ അവര് ചോദിക്കുമായിരിക്കും, പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ ആൻസർ ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ അപ്പൊ ഞാൻ ചിലപ്പോ ഇപ്പൊ നാളെ ഞാൻ വീഡിയോ ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വീഡിയോ ചെയ്യാത്തതെന്നാന്ന് ചോദിക്കാൻ ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. കാരണം നമ്മളെപ്പോഴും വീഡിയോ ഇടുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം ഇല്ല. അവർ വാച്ച് ചെയ്യുന്ന ഒരു സാധനം, നമ്മൾ വാച്ച് ചെയ്യുന്ന എല്ലാ ദിവസവും വാച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇല്ല എന്ന് പറഞ്ഞാല് ചിലപ്പോ ഞാനൊന്നും അങ്ങനെ ആയി എന്നല്ല പറയുന്നത്. പക്ഷെ ഇഫ് ദിസ് ഇസ് ദ കേസ്, അപ്പൊ പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എനിക്ക് തോന്നുമ്പോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. പക്ഷെ നൗ ഐ റിയലി ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. എന്താ ഏറ്റവും ഇപ്പൊ ഞാൻ വർക്കിന് പോകുമ്പോ പോലും ഞാൻ ഇന്നിപ്പോ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോന്റെ എന്താ ഇപ്പൊ ഞാൻ അതിന് ഞാൻ എന്താ പറയാ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കണത്. അപ്പൊ എനിക്ക് നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ ഞാൻ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കും. അപ്പം ഐ റിയലി ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ഇപ്പം. അതുകൊണ്ട് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ലൈക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ലൈക്ക് അത് നമുക്ക് ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും ഒരു വോയിസ് ഓവേഴ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈക്ക് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. ഞാൻ ഇപ്പൊ ജസ്റ്റ് അതെ ഒരു അതെ വോയിസ് ഓവർ ചെയ്തപ്പോൾ ലൈക്ക് പിന്നെ എന്ത് ചെയ്യാം ലൈക്ക് അതൊരു അതെ. ആ ഇൻട്രസ്റ്റ് ആയി വരുന്നു. മറ്റേത് ഇറ്റ് ഈസ് യൂഷ്വൽ ഇതല്ലേ. നമ്മളിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യണു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ എന്തെങ്കിലും ഒരു എലമെന്റ് കൂടെ വേണ്ടേ. നമ്മൾ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്നുള്ള ഒരു സാധനം കൂടെ വേണമല്ലോ. അങ്ങനെ ചെയ്യുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ വോയിസ് ഓവർ വെച്ചിട്ട് ഹ്യൂമറസ് ആയിട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു കാനഡയിലുള്ള ഒരു ചേട്ടനൊക്കെ ഉണ്ട്. മൂപ്പരൊക്കെ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. നമുക്ക് കാണുമ്പോ തന്നെ അതായത് ആ ഒരു അത്രയും സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ആഹ് അത്രയൊന്നും അല്ല, പക്ഷെ എങ്കിൽ പോലും നമുക്ക് അങ്ങനെ നമ്മളൊരു ഹ്യൂമറസ് കോണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് രസമാണ്. നമുക്ക് വീണ്ടും വീണ്ടും നമ്മളെ തന്നെ ഇങ്ങനെ ചിലപ്പോ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കും. ഓക്കെ അതൊരു ഒബ്സഷൻ ആയിരിക്കാം ചിലപ്പോ, പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട്. ലൈക്ക് ഓക്കെ വേർ ഡു യു സീ ലൈക്ക് യുവർ സെൽഫ് ഇൻ ലൈക്ക് ഫ്യൂ ഇയേഴ്സ്, ഒരു 5 years ടൈമിൽ ലൈക്ക് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ ലൈക്ക് എന്തെങ്കിലും ഒരു ഗോളിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ലൈക്ക് അച്ചീവ് ചെയ്യാൻ? ആ, ആ, അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇപ്പൊ എനിക്കിത് ഭയങ്കര രസമുണ്ട്. അതായത് സോറി ഗെറ്റ് സ്റ്റക്ക്. ഓക്കെ, അപ്പൊ ഇതിപ്പോ നല്ല രസമുണ്ട്. അതായത് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ഞാൻ. എനിക്കിപ്പോ ഡെയിലി വന്ന് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് അറിയാൻ പാടില്ല ചിലപ്പോ ഒരു ഇത്ര കാലം കഴിഞ്ഞാൽ അതെനിക്ക് മടുത്തു പോകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ചിലപ്പോ ഇന്ന് ചെയ്യുന്ന സാധനം ആയിരിക്കില്ല ഞാൻ നാളെ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഇത് അങ്ങനെ ഉണ്ടാവോ കണ്ടിന്യൂ ചെയ്യാന്ന് അറിയില്ല. ബിക്കോസ് ഐ ലൈക്ക് ദിസ്. ചിലപ്പോ ഇത് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. എനിക്ക് കൂടുതൽ എൻ്റെ ഒരു താല്പര്യം, നമുക്ക് സ്വപ്നങ്ങൾ പറയാലോ, ഇങ്ങനെ ട്രാവൽ ചെയ്ത് കോണ്ടന്റ് ഉണ്ടാക്കണം എന്നാണ്. ഓക്കെ അപ്പൊ അതിന് നമ്മുടെ ഒരു പ്രവാസി ജീവിതം അതിന് സമ്മതിക്കുന്നില്ല. എങ്കിൽ പോലും അത് ആഗ്രഹിച്ചുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇതൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു സമയത്ത് PR ഒക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ ഇതൊക്കെ ഒഴിവാക്കി നമുക്ക് സുഖമായിട്ട് ജീവിക്കാലോ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ചിലപ്പോ പറ്റുമായിരിക്കും. ഇപ്പോൾ ഒരു 2024 പുതുതായിട്ട് ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഇതിലേക്ക് വരുന്നു, യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? ഞാൻ അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടില്ല ആദ്യം. ഏഹ് അല്ല, ഇനി ഞാൻ വേണമെങ്കിൽ പറയാം. ഞാൻ എന്നെ തന്നെ ഞാൻ അവിടെ പ്ലേസ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല പറയാൻ. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു നല്ലൊരു ഉത്തരവുള്ളൊരു നമ്മളുടേതായിട്ടുള്ളൊരു സത്യം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ അതിൽ വേണം. എന്തെങ്കിലും അത് ചിലപ്പം എഡിറ്റിംഗ് സ്റ്റൈല് ചിലർക്കൊക്കെ ഭയങ്കര യുണീക്ക് എഡിറ്റിംഗ് സ്റ്റൈൽസ് ആയിരിക്കും. അപ്പൊ അത്ര കഴിവില്ലാത്തവര് ആ ഒരു എഡിറ്റിംഗ് സ്കിൽസിലേക്ക് അത്ര ഇതില്ലാത്തവര് അവരുടെ വേറെ എന്തെങ്കിലും സാധനം എടുത്തിടുക. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവര് എന്റെ സംസാര രീതി ഇങ്ങനെയാണ്, എപ്പോഴും എങ്ങനെയാണ്, ഞാൻ റീൽസിലുള്ള പോലെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ജീവിതത്തിലും അങ്ങനെയാണ് സംസാരിക്കണം. എന്റെ ചുറ്റുമുള്ളവർ ഞാൻ ഭയങ്കര വെറുപ്പിക്കലാണെന്നാണ് പറയുന്നത്. അപ്പോ ഞാൻ എപ്പോഴും അതാണ് കേൾക്കണേ. അപ്പൊ എനിക്കറിയാം ഞാൻ വെറുപ്പിക്കലാണ്. അപ്പോ എന്റെ എന്റെ ആ ഒരു സാധനം എന്ന് പറയുന്നത് വെറുപ്പിക്കലാണ്. അപ്പൊ നമ്മൾ അത് മാർക്കറ്റ് ചെയ്യണം. ഏഹ് അപ്പോ അതെ, അത് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് കുറെ എന്താണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. ആ ഒരു
ഈ ഒരു കോണ്ടന്റ് മേക്കിംഗ് അല്ലെങ്കിൽ എന്റെ വോയിസ് ഓവർ ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചായിരുന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ പുല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യണേ. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് അത് ഇഷ്ടമാവുന്നു എന്ന് തോന്നുമ്പം ആ, ഒരു രസം ഒരു രസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു സാധനം അതെന്റെ ഒരു ട്രേഡ് മാർക്കായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ആ, അത് ചെയ്യുന്നു. അപ്പൊ ചിലവർക്ക് ചിലപ്പോ ഉണ്ടാവും ജസ്റ്റ് ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി ട്രാവൽ ചെയ്ത് ആ സ്ഥലം ക്യാപ്ചർ ചെയ്ത്, ഇപ്പൊ നമ്മൾ ഫോണാണ് യൂസ് ചെയ്യുന്നത്, വലിയ ക്യാമറ ഒക്കെ ഉള്ളവരാണെങ്കിൽ അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സ്റ്റൈൽസും ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സാധാ ഫോണിൽ പോയിട്ട് എടുത്ത് ഇതാക്കുമ്പോൾ അത് ആര് ചെയ്താലും ഒരേപോലെ ഇരിക്കും, അൺലെസ് ആൻഡ് അണ്ടിൽ യു ഹാവ് ഒരു സെറ്റ് ഓഫ് ക്യാമറ സ്കിൽസ്. അപ്പൊ അത് വെറുതെ ഇടുന്നതിൽ ദർ ഇസ് നോ ഡിഫറൻസ്. അപ്പൊ ഡു സംതിങ്, ഒരു നമ്മുടെ ഒരു ഇൻപുട്ട് സംതിങ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. അതാണ് ഇപ്പൊ കുറെ ഹ്യൂമറസ് ആയിട്ട് കോണ്ടന്റ് ചെയ്യുന്ന ഞാൻ കുറെ പേരുടെ വീഡിയോസ് കണ്ടു. അതൊക്കെ നല്ല രസമാണ് നമുക്ക് കണ്ടോണ്ടിരിക്കാൻ. എല്ലാവരുടെയും ഐഡിയാസ് സെയിം ആയിരിക്കില്ല, എല്ലാവരും പറയുന്ന കാര്യങ്ങൾ സെയിം ആയിരിക്കില്ല. സെയിം സ്ഥലം വിസിറ്റ് ചെയ്താലും ഓരോരുത്തർ പറയണതും ഡിഫറെന്റ് സാധനങ്ങളായിരിക്കും. ആൻഡ് അത് നമ്മളുടെ ഡെയിലി ലൈഫിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ ഇറ്റ് വുഡ് ബി റിയലി നൈസ്. ആ ഒരു സാധനത്തിനോട് നമുക്ക് കൂടുതൽ ഓഡിയൻസസിനെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. കണ്ടു പോകുമല്ലാതെ ദർ വുഡ് ബി സംതിങ് ദേ ക്യാൻ ലൈക്ക് ഒരു എൻഗേജ് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ്. എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കണം നമുക്ക് പറ്റുമ്പോഴൊക്കെ. നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ കുറച്ചുകൂടി കാണാം. അതെ 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 അതെ. ഓക്കെ. ലൈക്ക് ഈ കണ്ടന്റ് ക്രിയേറ്റർ ലൈക്ക് അങ്ങനത്തെ ഒരു ലൈഫിൽ എന്തെങ്കിലും ചലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ചലഞ്ച് അല്ല, ഹെയ്റ്റ്സ്, ലൈക്ക് ഒരു ഹെയ്റ്റോ അങ്ങനെ എന്തെങ്കിലും? സോറി, ഹെയ്റ്റോ ലൈക്ക് ഹെയ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ? അങ്ങനെ അല്ല, ഹെയ്റ്റ് അതിങ്ങനെ അല്ലാതെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ കോമെന്റ്സ് വരും എന്നല്ലാണ്ട്, അല്ലാതെ ഭയങ്കരമായിട്ട് ഇപ്പൊ ചില നമ്മളുടെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഭയങ്കര ഹെയ്റ്റ് കമന്റ്സ് ഒക്കെ വരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആഹ് പക്ഷെ അല്ലാതെ എനിക്ക് ഇങ്ങനെ ഇതുകൊണ്ട് എന്താ ഇപ്പൊ ഒരു പ്രശ്നം എന്താന്ന്, ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇപ്പൊ ചിലര് ഇങ്ങനെ ക്യാം ഞാനിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം ചിലപ്പം അവര് പ്രതീക്ഷിക്കുന്ന ഒരാളായിരിക്കില്ല ഞാൻ. അതായത് ഈ റീൽസിൽ കാണുന്ന ഒരാളായിരിക്കില്ല പുറത്ത് ഒരു ഔട്ട്സൈഡറിനോട് ഞാൻ റീൽസിൽ കാണുന്ന ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സ്പേസിൽ എന്തും പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഞാൻ മാത്രമായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ, അങ്ങനെയുള്ള ഒരാളായിരിക്കും റീൽസ് കാണുന്നത്. അപ്പൊ പെട്ടെന്ന് ഏതെങ്കിലും ഒരാള് ഇപ്പൊ അത് കുറച്ചുപേരെ റെക്കഗ്നൈസ് ചെയ്യുന്നേ ഉള്ളെങ്കിൽ പോലും പക്ഷെ അവര് പ്രതീക്ഷിക്കുന്ന ഒരാളാവാൻ പറ്റുന്നില്ല എന്ന് അവര് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് എനിക്കത് ഒഫൻസീവോ സാധനങ്ങളൊന്നും അല്ല, ഞാൻ ദിസ് ഈസ് മീ അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അത് മൈൻഡിലേക്ക് കൊടുത്തിട്ടൊന്നുമല്ല. പക്ഷെ സ്റ്റിൽ പീപ്പിൾ എക്സ്പെക്ട് ആ എക്സ്പെക്ടേഷൻസ് ഉണ്ടല്ലോ, ആ എക്സ്പെക്ടേഷൻസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതാക്കും. വൈ പീപ്പിൾ എക്സ്പെക്ട് മീ ടു ബി, നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നു, ആൾക്കാർ കാണുന്നു, അല്ലെങ്കിൽ ആൾക്കാർ വരുന്നു, അങ്ങനെ ഒരു ഇത്. അപ്പൊ നമ്മള് ജോലി സ്ഥലത്ത് നമ്മളൊരു ജോലി നമുക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സാധനം തന്നെ നമ്മൾ എപ്പോഴും ആവണം എന്നില്ലല്ലോ. വി ഹാവ് അനദർ പ്രൈവറ്റ് ലൈഫ്. അപ്പോൾ എല്ലാവർക്കും അത് നമ്മൾ ഏത് ജോലിയിലാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും വി കാൺ എക്സ്പെക്ട് എ പേഴ്സൺ ടു ബി സംതിങ് ദാറ്റ് ദ അതർ പേഴ്സൺ ഫ്രെയിംഡ്. ആ ഒരു അയാളുടെ മനസ്സിലുള്ള ഒരാളാവരുത്. അപ്പൊ ആ ഒരു സാധനം തന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ആരെങ്കിലും പറയുമ്പോ ഇടയ്ക്ക് അങ്ങനെയല്ലല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മൾ കൂടുതൽ ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഒതുക്കാൻ ശ്രമിക്കും. അത് മാത്രം, അല്ലാതെ അങ്ങനെ ഹെയ്റ്റ് കമന്റ്സോ ഒന്നും വന്നിട്ടില്ല. ഇത് ഒരു പ്ലാറ്റ്ഫോം ആവട്ടെ ഹെയ്റ്റ് കമന്റ്സ് വരാനുള്ള അങ്ങനെ ഹെയ്റ്റ് കമന്റ്സ് അങ്ങനെ കുറെ ആൾക്കാർ ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും, എനിക്കറിയാൻ പാടില്ല, വരുമായിരിക്കും. ഒരു മനുഷ്യൻ ആരാ ഈ സാധനം എന്തോ ഒരു വാക്ക ഉപയോഗിച്ചത് എനിക്ക് ഓർമ്മയില്ല, ആരാ ഈ സാധനത്തിനൊക്കെ ഫോളോ ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ മൂപ്പരുടെ പേജ് നോക്കിയപ്പോ ആ മൂപ്പര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, നിങ്ങളൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്? അപ്പൊ അപ്പൊ എന്നിട്ട് പിന്നെ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ അതോടെ ഉണ്ട് തീർന്നു. ചിലവര്. പിന്നെ അങ്ങനെ ഒരു രസമാണ്, കോമഡിയാ, അതൊക്കെ കോമഡിയാ. അല്ലാതെ അങ്ങനെ ഹെയ്റ്റ് ആയിട്ട് ഞാനതൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഐഷ സിംഗിൾ ആണോ? ഔ, ഐഷ സിംഗിൾ അല്ല.
ഐഷ കാലങ്ങളെ സിംഗിളായിട്ട് ജീവിക്കാനേ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാൻ എപ്പോഴും ഡബിൾ ആയിരിക്കും. ഡബിള് വെച്ച് നിർത്തുക ഇവിടെ അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു ലൈക്ക് ഇപ്പൊ ഒരു ഡേറ്റിംഗ് ലൈഫ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, ഈ കണ്ടന്റ് ക്രിയേറ്റർ ലൈഫ്, അത് രണ്ടും തമ്മിലൊരു ക്ലാഷ് വന്നിട്ടുണ്ടോ? ലൈക്ക് അത് കോണ്ടന്റ് ക്രിയേഷനും ഡേറ്റിംഗ് ലൈഫോ? ഇല്ല, രണ്ടും നമ്മുടെ പ്രൈവറ്റ് ലൈഫ് എപ്പോഴും ഞാനിങ്ങനെ ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഡേറ്റ് ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര ആൾക്കാരെ ഡേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് കാമുകരുണ്ട് കാമുകിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഇടുന്ന ഒരാളല്ല. എന്റെ പ്രൈവറ്റ് ലൈഫ് അവിടെ ഉണ്ട്. അല്ലാതെ ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി മാത്രം ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത്. അതായിരിക്കില്ല ഞാൻ. അപ്പോ അതിൽ എന്റെ പ്രൈവറ്റ് ലൈഫ് അങ്ങനെ കാണിക്കുന്നത്. പക്ഷെ കുറെ ഇറ്റ് സീംസ് ലൈക്ക് ഇപ്പൊ ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും വീഡിയോ എടുക്കുന്നുണ്ട്, അതുണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ വേറൊരു പ്രൈവറ്റ് ലൈഫ് എനിക്കുണ്ട്. അപ്പോ ആ, ആ, അങ്ങനെ കൂടുതലായിട്ട് ഷോ ചെയ്യാറില്ല അതൊന്നും. ആ, ആ, അല്ല, അത് രണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ, എന്റെ എന്റെ ഈ ഒരു സാധനങ്ങളിൽ ഞാൻ മാത്രമാണ് ദ സോൾ ലൈക്ക് പ്രൊപ്പറേറ്റർ ഓഫ് മൈ ലൈക്ക് ലൈഫ്. ഐഷക്കല്ല അപ്പോ ഐഷയുടെ പാർട്ട്ണർ, ലൈക്ക് ഇപ്പോൾ ഒരു ഡേറ്റിന് പോവാണെങ്കിൽ ലൈക്ക് യു വിൽ ബി റെക്കഗ്നൈസ്ഡ് ബൈ ലൈക്ക് ഫ്യൂ പീപ്പിൾ, മലയാളീസ്. അതൊരു പ്രോ. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ആരും റെക്കഗ്നൈസ് ചെയ്യൊന്നുമില്ല. പിന്നെ ആഹ് അ- അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ചിന്ത ഒന്നും എനിക്കില്ല. അപ്പൊ ഇപ്പൊ ഇപ്പൊ ഞാൻ ഒരാളെ ഡേറ്റ് ചെയ്യുന്നു, ഒരാളെ ഡേറ്റിന് പോയി, അപ്പൊ എന്നെ ഒരാൾ റെക്കഗ്നൈസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഡേ ഞാൻ വേറൊരാളുടെ കൂടെയാണ് ഡേറ്റിന് പോണെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നോണ്ട് അയാൾ എന്നെ ജഡ്ജ് ചെയ്യോ എന്നുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. ഇപ്പ സത്യം പറയുകയാണെങ്കിൽ 30ലേക്ക് അടുക്കുമ്പോ നമുക്ക് ഈ ഡേറ്റ് ലൈഫിന്റെ ഒക്കെ ആ ഒരു സാധനയെ പോവും. അപ്പൊ അതൊക്കെ എന്റെ ചോർന്ന് പോയി. ആഹ് ഇനി അതിനോടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇപ്പൊ അങ്ങനെ യുനോ ഗോയിങ് ഫോർ എ ഡേറ്റ് എന്നൊക്കെയുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ മുന്നേ ആയിരുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനെ ആൾക്കാർ അപ്പൊ ഡേറ്റിന് പോവാന്നുള്ള പറയുന്നത് തന്നെ വിരളമാണ്. അപ്പൊ ഇനിയിപ്പോ ആൾക്കാർ ഇനിയിപ്പോ അങ്ങനെ നോട്ടീസ് ചെയ്യുന്നതോ ജഡ്ജ് ചെയ്യുന്നുണ്ടോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. ലൈക്ക് ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇവിടെ വന്നിട്ട് UK-ല്? ഓ, ഒരുപാട്. പക്ഷെ എനിക്ക് ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം നമ്മള് നാട്ടിലിരിക്കുമ്പോ നമുക്ക് ഈ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുമ്പോ എന്താ ഡേറ്റിംഗ് ആപ്സ് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒക്കെ ആകുന്നു സൈക്കോ കില്ലേഴ്സ് വരുന്നു, അല്ലെങ്കിൽ ഒരു എന്താണ് സീരിയൽ കില്ലർ ആയിരിക്കും നമ്മള്. അപ്പൊ എന്റെ മനസ്സിൽ കുറെ ഇങ്ങനെ വല്ല സീരിയൽ കില്ലറിനെ ആയിരിക്കും ഞാൻ പരിചയപ്പെടുന്നതെന്നൊക്കെ. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ചാൻസ് എടുത്തിട്ടില്ല എന്നുള്ളതല്ല. ചാൻസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് നമ്മൾ ചാൻസ് ഒക്കെ എടുക്കും. സ്റ്റിൽ ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇങ്ങനെ നേരെ നേരെ കണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ട് പരിചയപ്പെടുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി ആൻഡ് സമാധാനം. നമ്മളിപ്പോ കൂടുതലങ്ങ് പ്രായമാകുമ്പോ നമ്മൾ റിസ്ക് എടുക്കലൊക്കെ കുറച്ച് കുറയേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. ഫണ്ണിയസ്റ്റ് DMO അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടാവോ? ഉം. ഏഹ് ഒരു ഒരു മുന്നേ ഒരു മനുഷ്യൻ മെസ്സേജ് അയച്ചു. അപ്പൊ ഓക്കെ നമ്മള് ഓക്കെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞതൊക്കെ ഇറ്റ്സ് വേ ബിഫോർ. പക്ഷെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മള് സംസാരിച്ച് ഒരു ദിവസം വിളിക്കുന്നതിന്റെ ഇടയില് ഏഹ് അയാള് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുക, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഞാൻ ആൻസർ ചെയ്യാ. അപ്പൊ സൈഡിൽ ഇരുന്ന് പേപ്പറും പെന്നിലും എഴുതുക. എനിക്ക് മനസ്സിലാവണില്ല സംഭവം എന്താ സംഭവിക്കണേന്ന്. അപ്പൊ ഐ തോട്ട് ഇറ്റ് ഈസ് എ കാഷ്വൽ ലൈക്ക് ഗെറ്റിംഗ് ടു നോ ഓവർ ദ ഫോൺ. പക്ഷെ ഇയാള് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട്. അപ്പൊ ഞാൻ ഓരോന്ന് പറയുമ്പോ സൈഡിലിരുന്ന് എഴുതാ, കുത്തിക്കുറിക്കുക. ഞാൻ ആകെ പെട്ടു, ഇതെന്ത് തേങ്ങയാണ്, ഞാൻ എന്ത് പറയാ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ കല്യാണത്തിനൊക്കെ കുറിച്ച് ചോദിക്കുന്നു. കല്യാണം, കുട്ടികൾ, ഒരു ഇന്റർവ്യൂ പോലെ അങ്ങനെ ആയിരുന്നല്ലേ? ഞാൻ ചോദിച്ചത് എന്തോ ഇന്റർവ്യൂ പോലെയൊക്കെയാണ്. അപ്പൊ എന്നിട്ട് ഞാൻ പിന്നെ നൈസായിട്ട് അങ്ങോട്ട് ആ കോളങ്ങ് ഒഴിവാക്കി. ഇപ്പൊ ആയിഷ വന്നിട്ട് ഇപ്പോ 5 വർഷമായില്ലേ? 5 വർഷം ആ ആയി.
എങ്ങനെയായിരുന്നു വന്നപ്പോൾ? 2019 ഇവിടെ വരുമ്പോൾ അധികം മലയാളീസ് ആരും ഇല്ല. നെക്സ്റ്റ് ഇയർ ആയപ്പോൾ പിന്നെയും കുറച്ച് പേര് വന്നു. അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ വന്നിട്ടുള്ളത്? സോഷ്യൽ ലൈഫ് നല്ല മൂഞ്ച ജീവിതമാണ്. ആഹ് ഇവിടെ വന്നപ്പോ നമ്മള് സ്റ്റുഡൻസ് ആയിട്ട് വരുമ്പോ നമുക്ക് ആ ഒരു വലിയ ഡിഫറൻസ് വരുന്നില്ല. നമ്മള് നാട്ടില് നമ്മള് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ഇടയിലല്ല ഞാൻ പോകുന്നത്. അപ്പൊ കോളേജ് കഴിഞ്ഞ് ഉള്ള ഒരു സമയത്താണ്. അപ്പൊ കോളേജ് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഫ്രണ്ട്സ് ഒക്കെ ഒരു 10-20 ഫ്രണ്ട്സ് അങ്ങനെ എപ്പോഴും നടക്കുന്നു, പുറത്തു പോകുന്നു. ഇവിടെ വന്നപ്പോഴ് ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കോളേജിലേക്ക് തന്നെയാണ് വരുന്നത്. ജോലി സാധനങ്ങളൊന്നും അല്ല, കോളേജ് അടിച്ചു പൊളിക്കുന്നു. അപ്പൊ നല്ല സോഷ്യൽ ലൈഫ് ഒക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ നാട്ടിലേക്കാളും കുറഞ്ഞു. പക്ഷെ നമ്മള് UK-യുടെ വലിയ മനോഹാരിതയില് മുങ്ങിക്കിടക്കുവാണല്ലോ. അതുകൊണ്ട് നമുക്കത് വലിയ ബാധിച്ചില്ല ആ സമയത്തൊന്നും. പിന്നെ അതിനുശേഷം നമ്മളിപ്പോ ലണ്ടനിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ ഒരു ഒറ്റപ്പെടൽ, ഇങ്ങനെ കുറെ നമ്പർ ഓഫ് പീപ്പിൾ ഇങ്ങനെ ഇങ്ങനെ ഡിസപ്പിയർ ചെയ്യും നമ്മുടെ ചുറ്റിന്നും. അപ്പോ അപ്പൊ നമുക്ക് മനസ്സിലാവും ഒറിജിനൽ UK ഓ ഇങ്ങനെയാണോ. ആഹ് ആഹ് ഇവിടെ തീരെ പറ്റില്ല എന്നൊന്നുമല്ല. ഇപ്പൊ എനിക്ക് എന്നോട് അങ്ങനെ പറയുന്നത്, UK ഇത്ര വലിയ ഡിപ്രസിങ് ആണെങ്കിൽ നാട്ടിലങ്ങ് വന്ന് നിന്നൂടെന്ന്. അങ്ങനെയും പറ്റില്ല. നാട്ടിലും നടക്കൂല ഇതൊന്നും. നാട്ടില് നടക്കൂല എന്ന് പറഞ്ഞാൽ നാട്ടില് ചുറ്റും ആൾക്കാരുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാരായി പോയി. അതാണ് അതിന്റെ വേറൊരു പ്രശ്നം. ആൾക്കാരുടെ എണ്ണം അപ്പൊ കൂടിപ്പോയി. നമുക്ക് ആ അപ്പൊ അപ്പൊ രണ്ടിനും രണ്ടിന്റേതായിട്ടുള്ള സാധനമുണ്ട്. അപ്പൊ UK ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, കുറെ വർഷം ഇങ്ങനെ ആയി, വർഷങ്ങൾ ഇങ്ങനെ പോകുന്നു, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നൊന്നുമില്ല. ഒരേ ലൈഫ് തന്നെ എല്ലാ ദിവസവും. ഞങ്ങൾ ആ ഒരു ബോറിംഗ് സ്റ്റേജിക്ക് ആണോ ചോദിച്ചാൽ ബോറിംഗ് ആണ്. കടന്നിട്ടില്ല. ഞങ്ങളുടെ ഒപ്പം വന്നവര് കുറെ പേര് ഞങ്ങളുടെ ഒപ്പം ഇപ്പോഴും ഉണ്ട്. ലൈക്ക് ഇനിയായിരിക്കും ആൾക്കാർ മൂവ് ചെയ്ത് അവിടുത്തെ ഇങ്ങനെ തുടങ്ങാം, കോഴ്സ് കഴിഞ്ഞ് ആ PSW അതെ. കഴിഞ്ഞ് വർക്ക് വിസ ഒക്കെ എടുത്ത് ഓരോ സിറ്റുകളിലേക്ക് ഇനി മൂവ് ചെയ്യാനുള്ള മൂവ് ചെയ്യാൻ സമയമാണ് ഇനി. തുടങ്ങുന്നുള്ളൂ. നിങ്ങളൊക്കെ സഹിക്കണം. നിങ്ങളൊക്കെ ഞാൻ പ്രാകുന്നു എല്ലാവർക്കും. നിങ്ങളൊക്കെ അങ്ങനെ അനുഭവിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ബിസി ആയി പോവുമല്ലോ. വർക്ക് മറ്റേ കോളേജിന്റെ സമയത്ത് ക്ലാസ് ഉള്ള സമയത്ത് നമുക്കാകെ 3 ദിവസം, വീക്കിലി 15 hours ആണ് ക്ലാസ് ഉള്ളത്. പിന്നെ പ്രൊജക്ട് സാധനങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ചെയ്യുന്നു. അല്ലാതെ ബാക്കിയുള്ള സമയമൊക്കെ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലേ. മറ്റേത് 5 days വർക്ക്, 9 to 5. പിന്നെ വീക്കെൻഡ്. അതിലിപ്പോ എല്ലാവർക്കും 9 to 5 ആണെങ്കിലും കുഴപ്പമില്ല. പലർക്കും പല ഇതിപ്പോ ഷിഫ്റ്റുകളായിരിക്കും. ആ ഇപ്പൊ ചിലർ ഇവിടെ 9 to 5 ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ട്, വീക്കെൻഡ്സ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഡിഫറെന്റ് സമയമായിരിക്കും. എവരിബഡി എല്ലാരും അവരവരുടേതായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അങ്ങ് പോവും. അത് വേറെ വഴിയില്ലായിട്ടാണ്. എല്ലാരും മനഃപൂർവ്വം ചെയ്യുന്നതും ആയിരിക്കില്ല. വേറെ വഴിയില്ല. ഇതാണ് ഈ ഇത്. കോളേജ് കഴിയുമ്പോൾ തന്നെ നമ്മൾ PSW കടക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അതെ അതെ വീക്കെൻഡ് അതെ ഓഫ് കിട്ടണമെന്നില്ല. അപ്പൊ അതെ അങ്ങനെ അതെ 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 കാര്യങ്ങളൊക്കെ ട്രൂ. ആയിട്ട് അതെ. പക്ഷെ നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുന്നത് ശരിക്കും നാട്ടിലല്ലേ ഉള്ളത്. അതായത് ഇപ്പൊ നമ്മള് നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഒരു ജോലി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ടൗണിലേക്ക് ഇറങ്ങാം, കടകളൊക്കെ ഓപ്പൺ ആയിരിക്കും, ആരും ഉറങ്ങത്തൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ഇവിടെ ഒരു നമുക്ക് ഒരു ഇല്ല, സമയം 6 മണി 7 ശരിയാണ്. മണി കഴിഞ്ഞ കഴിഞ്ഞാല് എല്ലാം അടച്ചു. എല്ലാവരും പറയും ആ UK-ലൊക്കെ നൈറ്റ് ലൈഫ് സൂപ്പറാന്ന് പറയും. നമ്മള് സിറ്റി സെന്ററിലേക്ക് 6 മണിന് ഇറങ്ങി ഒറ്റ മനുഷ്യന്മാരുണ്ടാവില്ല. ആ ഇല്ല ഇല്ല. ഇപ്പൊ ലണ്ടനിലൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു 10 മണി, ഇപ്പൊ സെൻട്രൽ ലണ്ടനിലാണെങ്കിൽ ഒരു 10 മണി ഇതൊക്കെ വരെ. അല്ലെങ്കിൽ റെസ്റ്റോറന്റ്സ് മാത്രമാണ് ഉള്ളത്. വേറെ കടകളോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിൽ മോളോ പോകാനോ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു ഹാങ് ഔട്ട് പ്ലേസ് എന്ന് പറയാൻ അങ്ങനെ വലിയ സ്ഥലങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ ഒരു സാധനം ഇല്ല. വർക്ക് കഴിഞ്ഞിട്ടുള്ള ആ സമയം നമ്മൾ നേരെ വീട്ടിലേക്ക് വരുന്നു, കുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ ചെയ്യുന്നു, ഉറങ്ങുന്നു. അത്രേ ഉള്ളൂ. നമുക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ ഒരുപാട് പണികളുണ്ട്. വീട്ടിലെവരാരും ഉണ്ടാക്കി തരാനോ അതെ ക്ലീൻ ചെയ്യാനോ ആ, ഒന്നും ഇല്ല. നമ്മൾ അതെ തന്നെ എല്ലാം അതെ ചെയ്യും. അതെ അതെ. സ്വന്തമായിട്ട് ചെയ്യാനുള്ള പണികളും ഉണ്ട്. അതെ. അപ്പൊ മൊത്തത്തിലൊരു മൊഞ്ച ജീവിതമാണ്. പക്ഷെ കുഴപ്പമില്ല, എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടുത്തെ കോവിഡ് ഒക്കെ ഇപ്പൊ നല്ല കോവിഡ് ടൈമിൽ മൊത്തം ഇവിടെ കോവിഡ് ടൈമിൽ ആയിരുന്നല്ലേ? ഇവിടെ ആയിരുന്നില്ലേ? ഫുൾ ടൈം ഇവിടെ എങ്ങനെയായിരുന്നു ആയിരുന്നല്ലേ? അപ്പോഴത്തെ ഒരു കോവിഡ് ടൈമിൽ ഞാൻ ലെസ്റ്ററിലായിരുന്നു. അത് അല്ല, കോവിഡ് ടൈം നല്ല രസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങക്ക് കുറെ പേർക്ക് സാലറി ഒന്നും കിട്ടാതെ, ജോലിയൊന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് വർക്ക് പ്ലേസിൽ നിന്ന് സാലറി കിട്ടുന്നുണ്ടായിരുന്നു. മറ്റേ കോവിഡിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, കോവിഡ് സമയത്ത് ജോലി ഇല്ലാത്തവർക്ക് സാലറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര നല്ല പോഷ് ജീവിതമായിരുന്നു. എന്താ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. നമ്മൾ നേരെ ഉൾട്ടയായി, രാവിലെ രാത്രിയാക്കി, രാത്രി രാവിലെയാക്കി. അങ്ങനെ ഫുൾ സീരീസ് ഒക്കെ കണ്ടിരിക്കുന്നു. പിന്നെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ നമുക്ക് എപ്പോഴും ഷോപ്പിങ്ങിനൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ നമുക്ക്
സാനിറ്റൈസറും മാസ്കും പോലും ഇവിടെ UK കിട്ടാനില്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നാട്ടിൽ നിന്ന് എന്റെ ഉമ്മ ഈ DHL ത്രൂ സാനിറ്റൈസറും ഇതൊക്കെ ഗ്ലൗസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഭയങ്കര പേടി, അതായത് ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയില്ല. ഇവിടെ കണ്ടില്ല, ഇങ്ങനെ ഷോപ്പിലൊക്കെ ഫുൾ കാലി, ഈ സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു സാധനങ്ങളൊക്കെ ആയിരുന്നല്ലോ ന്യൂസിലൊക്കെ. പിന്നെ നമുക്ക് അവിടെ ആ മോറിസൺസ് ഉണ്ടല്ലോ, മോറിസൺസ് വീക്കിലി വൺസ് ഓപ്പൺ ചെയ്യും. അങ്ങനെയായിരുന്നു കോവിഡിന്റെ സമയത്ത്. അപ്പൊ നമ്മള് ഈ ഫുള്ള് നമുക്ക് ആകെ പുറത്ത് പോവാൻ കിട്ടുന്ന ആ ഒരു സമയം ആ ഒരു ദിവസമാണ്. അപ്പൊ നമ്മൾ നല്ലോണം മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മള് ഗ്ലൗസും സാധനങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ കൂടെ ഇടും. എന്നിട്ട് പോയിട്ട് മോറിസൺസിൽ ക്യൂ നിൽക്കണം. ക്യൂ ഇങ്ങനെ വിട്ടിട്ടൊക്കെ, അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു. വീക്കിലി വൺസ് ഇത് ഓപ്പൺ ചെയ്യുമെന്ന് പറയുമ്പോ എല്ലാരും അവിടെ വന്ന് ക്യൂ ചെയ്യും. എന്നിട്ട് നമ്മൾ സാധനം മേടിച്ച് തിരിച്ചു പോയി ഈ ഡ്രസ്സൊക്കെ അഴിച്ച് വേറെ സാധനങ്ങളൊക്കെ വെച്ച്, പക്ഷെ രസമായിരുന്നു. അത് മാത്രമേ ചെയ്യാനുള്ളൂ, വേറൊന്നും ചിന്തിക്കാനില്ല. ഏഹ് നല്ല രസമായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്നു, അപ്പോഴാണ് നമ്മൾ കുറെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമ്മളെ തന്നെ പുഷ്ടിപ്പിക്കുന്ന ഒരു കാലം. നല്ല നല്ല രസമായിരുന്നു. ഞങ്ങളിവിടെ വരുമ്പോ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പക്ഷെ വരുമ്പോ മാസ്ക് ഒക്കെ വേണ്ടാന്നായി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഒരു ആ ചെറിയൊരു ഇത് വന്നായിരുന്നു. ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ജാനുവരി ആയപ്പോ ഒരു മാസം 22 ജനുവരിയിൽ 22 ജാനുവരിയിൽ മാസ്ക് ചെറിയൊരു വേണമെന്ന് നിർബന്ധമൊക്കെ ആയത്. ആ ഞങ്ങളുടെ ചില ക്ലാസ്സസ് ഓൺലൈൻ ആയിരുന്നു. ഞങ്ങൾക്കപ്പോ ലാസ്റ്റ് ഉള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതും നമുക്ക് ഇച്ചിരി, ആകെ 2-3 ക്ലാസ് ഉണ്ടായിരുന്നു. അതും ഓൺലൈൻ ആക്കി. വേറെ ഒന്നുമില്ല. അന്ന് ഭയങ്കര എന്തൊക്കെ ഇവിടെ എന്താ ആവാന്ന് അറിയാത്ത ഒരു ഭീതി ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പൊ ആ ഒരു സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ ട്രാവലിംഗ് ഇഷ്ടമാണ്. വാട്ട്സ് യുവർ ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്താ? എനിക്ക് എല്ലാ സ്ഥലത്തും പോണം എന്നാണ് എൻ്റെ ഒരു ഇങ്ങനെ എനിക്ക് കൂടുതലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോ ഞാനിങ്ങനെ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ജാപ്പാനീസ്, അങ്ങനത്തെ ഒരു ഏഷ്യൻ സാധനങ്ങളുള്ള ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് ഏഷ്യൻ കൺട്രീസിലൊക്കെ പോണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നടക്കുമായിരിക്കും, നോക്കാം. ഇപ്പൊ ട്രാവൽ ഇതിൽ ഇപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ റെക്കമെൻഡ് ചെയ്യാൻ പോണം എന്ന് പറയുന്നത് ഏതായിരിക്കും? നിങ്ങൾ ട്രൈ ചെയ്യണം എന്ന് പറയുന്ന ഒരു സ്ഥലം? ഞാൻ അതിന് മാത്രം ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ UK കവർ ചെയ്തു ഓക്കെ. യുകെയിലൊരു എന്നല്ലാതെ ഇവിടുന്ന് ഇപ്പൊ ഷെങ്കൻ ഒന്നും എടുത്തിട്ട് പോയിട്ടൊന്നും ഇല്ല. അപ്പൊ UKയില് എവിടെ പോയിട്ടുണ്ടെങ്കിലും എന്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് ബ്രൈറ്റൺ പറഞ്ഞൊരു സ്ഥലമുണ്ട്. ബ്രൈറ്റൺ ഒരു ബീച്ച് ഏരിയ ആണ്. ബ്രൈറ്റണില് എനിക്ക്, അതായത് UK മോർ ഓഫ് എ ബ്ലാൻഡ് ആൻഡ് ഒരു ഡിപ്രസിങ് കൺട്രിയാണ് ശരിക്ക്. പക്ഷെ അതിന്റെ ആ ഒരു സാധനം ത്തുനിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ബ്രൈറ്റൺ. ബ്രൈറ്റൺ ഭയങ്കര ഫൺ ആൻഡ് എപ്പോഴും ഭയങ്കര ഒരു ജോളി മൂടുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മറ്റേത് ഭയങ്കര എല്ലാരും ഇങ്ങനെ ഇങ്ങനെ ഒരു കോട്ട് വിട്ട് അങ്ങനെ നടക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ബ്രൈറ്റണിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വേറെ ഡിഫറെന്റ് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലമാണ്, ലൈക്ക് മൈ ഗോ ടു പ്ലേസ്. ഇവിടുന്ന് എനിക്ക് 1 hour ഉള്ളൂ ട്രെയിനില്. അപ്പൊ ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലമാണ്. സമ്മറിൽ ഒരു കൂടുതൽ തവണ പോവും, വിന്ററിലാണെങ്കിൽ ജസ്റ്റ് 1 or 2 ടൈംസ് എങ്കിലും ഞാൻ പോകും. ബ്രൈറ്റണിനെ പോലെ എനിക്ക് ഇഷ്ടമായ ഒരു സ്ഥലം ഇവിടെ വേറെ എവിടെയും ഇല്ല. ഇപ്പൊ വെയിൽസോ സ്കോട്ട്ലൻഡോ അവിടെ എവിടെയാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ബ്രൈറ്റൺ പോകാനാണ്. അത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതും അതാണ്. ലൈക്ക് ഇങ്ങനെ ചെറുതായിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ല വലിയ ട്രിപ്പ് ഒന്നും അല്ല. അപ്പൊ അടുത്ത വർഷമൊക്കെ ആയിട്ട് ഷെങ്കനൊക്കെ എടുത്തിട്ട് കൂടുതൽ സ്ഥലങ്ങൾ പോവാൻ പ്ലാൻ ഉണ്ട്. ഞങ്ങൾ മുന്നേ ഈ കോവിഡ് സമയത്തായിരുന്നു സ്പെയിനിന്റെ ഒരു വിസ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ വന്ന പാടെ നമ്മള് വിസ ഒക്കെ എടുത്തിട്ട് എല്ലായിടത്തേക്കും പോവാന്നുള്ള ഒരു സാധനത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ സ്പെയിൻ വിസ എടുത്തു. ട്രാവൽ ചെയ്യുന്നതിന്റെ എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുന്നാണ് ഈ കോവിഡ് ഹിറ്റ് ചെയ്ത് ഇത്ര വലിയ പ്രശ്നമായത്. നമ്മുടെ എല്ലാം ക്യാൻസൽ ചെയ്തു. അന്ന് അന്ന് വീട് ഇരുത്തിയാണ്. പിന്നെ എനിക്ക് വിസ എടുക്കാനും പറ്റിയിട്ടില്ല. പിന്നെ എങ്ങോട്ടും, അതായത് വേറെ പുറത്തേക്കൊന്നും ട്രാവൽ ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പൊ അപ്പൊ ഇനി മെല്ലെ മെല്ലെ വീണ്ടും ഇതാക്കണം. അതെ. പിന്നെ ഇവിടെ കുറെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ട് പോവാൻ പറ്റിയ.
ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ലൈക്ക് ഞാൻ ഇപ്പൊ അടുത്ത് കോൺവാൾ പോയിട്ടുണ്ടായിരുന്നു. കോൺവാൾ ഇപ്പൊ കുറെ പേര് പോകുന്നുണ്ട്. പക്ഷെ there ആർ പ്ലേസസ് ആ ഇങ്ങനെ എല്ലാരും ട്രാവൽ ചെയ്യാത്ത കുറെ സ്ഥലങ്ങളുണ്ട് കോൺവാളില്. അപ്പൊ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങള് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ എല്ലാ കുറെ സ്ഥലത്ത് പോയോ? ഞങ്ങള് പീക്ക് അത്യാവശ്യം ഡിസ്ട്രിക്റ്റ് ആണ് മെയിൻ ആയിട്ട് പോവാ, അല്ലെങ്കിൽ പിന്നെ വെയിൽസ്. പീക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ വെയിൽസ് കുറേ നമുക്ക് എക്സ്പ്ലോർ സൈഡുകളുണ്ടല്ലോ ചെയ്യാനുണ്ടല്ലോ, കുറെ എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ചെയ്യാനുണ്ടല്ലോ. ആ നമ്മള് പീക്ക് ഡിസ്ട്രിക്ട് പോയിട്ടില്ല, ലേക്ക് ഡിസ്ട്രിക്ട് പോയിട്ടുണ്ട്. ഓക്കെ. ഞങ്ങളിപ്പോ അടുത്തൊരു സ്കോട്ട്ലാൻഡ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുക. ഒരു സ്കോട്ട്ലാൻഡ് പോകുന്നുണ്ട്. ഹൈലാൻഡ്സിലേക്കോ അതോ ഹൈലാൻഡ്സ്, സിറ്റി? സിറ്റി ഹൈലാൻഡ്സ്. സിറ്റി ഒരു ഉണ്ട്, 3-4 ഹൈലാൻഡ്സ് ഉണ്ട്. ദിവസം ട്രിപ്പാണ് പ്ലാൻ 3-4 ചെയ്യുന്നത്. ദിവസത്തെ. എങ്ങനെ ഇരിക്കും അറിയില്ല. നമുക്കപ്പോ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓക്കെ. ഫോർ യുവർ ടൈം. അപ്പൊ ശരി. അപ്പൊ താങ്ക് യു എന്നെ സംസാരിക്കാൻ വിളിച്ചതില്. നിങ്ങൾ കൂടുതൽ സംസാരിച്ചില്ലെങ്കിലും ഞാൻ സംസാരിച്ച് ഈ പരിപാടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ എന്നെ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോ ലെസ്റ്റ് വരുമ്പോ കാണാം. ലെസ്റ്റർ വരുമ്പോ ഓക്കെ, അപ്പൊ ലെസ്റ്ററിൽ വരുമ്പോ കാണാം. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്.